ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 22-ാം തീയതി വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ്റെ സിംഹാസന തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും അതിനെ തുടർന്ന് സഭയുടെ തലവനായി പത്രോസിനെ യേശുനാഥൻ ചുമതലപ്പെടുത്തുന്ന വചനഭാഗമാണ് ഈ ദിനത്തിലെ ദിവ്യബലിയിൽ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്. നോമ്പുകാല ചിന്തകളിൽ ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള സന്ദേശം തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നമ്മുടെ അനുരഞ്ജനം പൂർത്തിയാകുന്നത് സഭയുമായുള്ള അനുരഞ്ജനത്തിലൂടെയാണ്. കാരണം ഒരാൾ പാപം ചെയ്യുമ്പോൾ അയാൾ സഭയ്ക്കെതിരായുമായാണ് പാപം ചെയ്യുന്നത്. സഭയുടെ മകനും മകളുമായ ഒരാൾ പാപം ചെയ്യുമ്പോൾ തീർച്ചയായും അത് സഭയെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ അനുരഞ്ജനത്തിലൂടെ ഒരാൾ ദൈവത്തോടും സഹോദരനോടും രമ്യതപ്പെടുമ്പോൾ സഭയുമായും അയാൾ രമ്യതപ്പെടുന്നു. സഭയുമായുള്ള അനുരഞ്ജനത്തെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ കാണാനാകും. യേശുനാഥൻ പാപികളെ സ്വീകരിച്ചപ്പോൾ അവരെ ദൈവജനത്തിൻ്റെ സമൂഹത്തിലേക്കാണ് സ്വീകരിച്ചത്. പാപം മൂലം ആ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടും പുറന്തള്ളപ്പെട്ടും കഴിയുകയായിരുന്ന പാപികൾക്ക് അവിടുന്ന് പാപമോചനം നൽകുകയും അവരെ ദൈവജനത്തിൻ്റെ സമൂഹത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ശ്രദ്ധേയമായ അടയാളമാണ് യേശു തൻ്റെ ഭക്ഷണമേശയിൽ പാപികളെ സ്വീകരിച്ചതും അവരുടെ ഭക്ഷണമേശയിലിരുന്ന് ഭക്ഷിച്ചതും. ദൈവത്തിൻ്റെ ക്ഷമിക്കലും ദൈവജനത്തിൻ്റെ മടിയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവും ഹൃദയസ്പർശിയായ രീതിയിൽ സുവിശേഷങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. അതിനാൽ ഈ തപസ്സുകാലം സഭയുമായുള്ള അനുരഞ്ജനത്തിൻ്റെ ഒരു കാലമാണ്. പലപ്പോഴും സഭാ നേതൃത്വത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ നാം സഭയെ പല വിധത്തിൽ മുറിപ്പെടുത്തിയിട്ടില്ലേ? സഭയിൽ നിന്ന്, സഭാ ശുശ്രൂഷകളിൽ നിന്ന്, കൂദാശകളിൽ നിന്നെല്ലാം നാം മാറി നിന്നിട്ടില്ലേ? ഈ തപസ്സുകാലം വീണ്ടും സഭയിലേക്ക് പുനഃപ്രവേശിക്കാനുള്ള കാലഘട്ടമാണ്. സഭാ നേതൃത്വമായും നമ്മുടെ ഇടവകകളിലെ തന്നെ മറ്റ് വിശ്വാസികളുമായും അനുരഞ്ജനപ്പെട്ട് വീണ്ടും ഇടവക കൂട്ടായ്മയിൽ പങ്കുചേരാനുള്ള അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ സഭയുമായുള്ള അനുരഞ്ജനം ഈ നോമ്പുകാലത്ത് നമുക്ക് സാധ്യമാകട്ടെ. രണ്ടാമതായി, ഈ തിരുനാൾ പാപങ്ങൾ മോചിക്കാനുള്ള സഭയുടെ അധികാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് പാപം പൊറുക്കാനുള്ള തൻ്റെ അധികാരത്തിൽ അപ്പോസ്തലന്മാർക്ക് ഭാഗഭാഗിത്വം നൽകിക്കൊണ്ട് പാപികളെ സഭയുമായി രമ്യതപ്പെടുത്താനുള്ള അധികാരം കൂടി അവർക്ക് നൽകുന്നു. അവരുടെ ദൗത്യത്തിൻ്റെ ഈ സഭാത്മകമായ മാനം പത്രോസിനോട് യേശു പറഞ്ഞ ആധികാരിക വാക്കുകളിൽ പ്രകടമാകുന്നുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പാപങ്ങൾ മോചിക്കാനുള്ള സഭയുടെ അധികാരത്തിലേക്കാണ് യേശുനാഥൻ്റെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. അതിനാൽ തന്നെ ദൈവത്തോട് നേരിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരെ, എന്തിനു കുമ്പസാരിക്കണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലാതാകുന്നു. യഥാർത്ഥത്തിൽ വൈദികൻ്റെ പാപമോചന പ്രാർത്ഥനയിലൂടെ ദൈവം തന്നെയാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ ഒരു മധ്യവർത്തിയായി വൈദികൻ കുമ്പസാരക്കൂട്ടിൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ തപസ്സുകാലത്ത് നമുക്ക് കുമ്പസാരമെന്ന കൂദാശയെ വീണ്ടും തുറന്ന ഹൃദയത്തോടെ സമീപിക്കാം. അവിടെ പാപങ്ങൾ മോചിക്കാൻ സഭയെ അധികാരപ്പെടുത്തിയ ക്രിസ്തുനാഥൻ നമ്മെയും കാത്തിരിക്കുന്നുണ്ട്. ഈ തപസ്സുകാലത്തിൽ സഭയുമായി അനുരഞ്ജനപ്പെടാനും കുമ്പസാരമെന്ന കൂദാശയെ തുറവിയുള്ള ഹൃദയത്തോടെ സമീപിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.